ഒരു കാലത്ത് സ്വന്തം നാട്ടുകാർ പോലും മുഖം തിരിച്ചവൻ, ടീമിൽ നിന്ന് പുറത്താക്കാൻ പലരും മുറവിളി കൂട്ടിയവൻ, ഇന്ന് ആ കാനറിക്കൂട്ടത്തിന്റെ നടുനായകനായി മാറിയിരിക്കുന്നു. അമേരിക്കൻ മണ്ണിൽ ബ്രസീൽ തങ്ങളുടെ വലിയ വിജയങ്ങളിലേക്ക് ചുവടുവെക്കുമ്പോൾ അവിടെ നെയ്മർക്കൊപ്പം മുഴങ്ങിക്കേൾക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, വിനീഷ്യസ് ജൂനിയർ. പെലെയും റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും നെയ്മറുമെല്ലാം അണിഞ്ഞ മഞ്ഞക്കുപ്പായത്തിന്റെ ഭാരമറിഞ്ഞ് ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ പോന്ന മാനസിക കരുത്ത് വിനി ഇതിനകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ബ്രസീലിയൻ ഫുട്ബോളിന്റെ പരമ്പരാഗതമായ ജോഗോ ബൊണിറ്റോ ശൈലിയെ ആധുനിക ഫുട്ബോളിന്റെ വേഗവുമായി സമന്വയിപ്പിച്ച താരമാണ് വിനീഷ്യസ് ജൂനിയർ എന്ന് പറയാം. ഗ്യാലറികളിൽ നിന്ന് ഉയർന്ന വംശീയ അധിക്ഷേപങ്ങളുടെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞും വിമർശകരുടെ വായടപ്പിച്ചും വിനീഷ്യസ് ജോസ് ഒലിവേര ജൂനിയർ കളിക്കളത്തിൽ വിസ്മയം തീർക്കുകയാണ്. അന്ന് പലരും തള്ളിപ്പറഞ്ഞ ആ പയ്യൻ ഇന്ന് ഒരു ജനതയുടെ മുഴുവൻ ലോകകപ്പ് സ്വപ്നങ്ങളും സ്വന്തം തോളിലേറ്റി കാനറികളുടെ പുതിയ സുൽത്താനായി മാറുകയാണ്. ആധുനിക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ് വിനീഷ്യസിന്റേത്. 2018 വലിയ പ്രതീക്ഷകളോടെയാണ് റയൽ മാഡ്രിഡ് തങ്ങളുടെ ക്ലബിലേക്ക് വിനീഷ്യസിനെ എത്തിച്ചത്. എന്നാൽ തുടക്കത്തിൽ മികച്ച വേഗവും ഡ്രിബ്ലിംഗ് മികവും ഉണ്ടായിരുന്നിട്ടും ഗോളടിക്കുന്നതിലും ഫിനിഷിങ്ങിലും താരം പതറി. ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലും സ്റ്റേഡിയങ്ങളിലും വിനീഷ്യസ് പലപ്പോഴും പരിഹസിക്കപ്പെട്ടു. ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ സഹതാരം കരീം ബെൻസമ ഫെർലാൻഡ് മെൻഡി എന്ന കളിക്കാരനോട് അവന് പാസ് നൽകരുത്, അവൻ കളിക്കുന്നത് നമുക്കെതിരായിട്ടാണ് എന്ന് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. സ്വന്തം ടീമിൽ നിന്ന് പോലും പിന്തുണ കുറഞ്ഞ ആ കാലഘട്ടം അയാളുടെ കരിയർ തന്നെ തകർക്കാൻ പോന്നതായിരുന്നു. വിനീഷ്യസിന്റെ കരിയറിലെ ഏറ്റവും കഠിനമായ ഘട്ടം അയാൾ നേരിട്ട ക്രൂരമായ വംശീയ അധിക്ഷേപങ്ങളായിരുന്നു. സ്പാനിഷ് ലീഗിലെ പല മത്സരങ്ങളിലും ഗ്യാലറികളിൽ നിന്ന് വിനീഷ്യസിനെതിരെ കുരങ്ങനെന്ന് വിളിച്ചും വംശീയ അധിക്ഷേപങ്ങൾ നടത്തിയും കാണികൾ കൂകി വിളിച്ചു. എന്നാൽ ആ അവഹേളനങ്ങൾക്കൊന്നും മുന്നിൽ വിനീഷ്യസ് തലകുനിച്ച് മിണ്ടാതിരുന്നില്ല. ആ അധിക്ഷേപങ്ങളെ അവൻ ധീരമായി നേരിട്ടു. സ്റ്റേഡിയത്തിലിരുന്ന് തന്നെ വംശീയമായി അധിക്ഷേപിക്കുന്നവരെ അയാൾ വിരൽ ചൂണ്ടിക്കാണിച്ചു. ഗോളടിച്ച ശേഷം സാമ്പാ നൃത്തം ചവിട്ടി വംശീയതയ്ക്കെതിരെ പ്രതിഷേധിച്ചു. ഇത്തരം അധിക്ഷേപങ്ങളോടുള്ള ഫുട്ബോൾ അധികാരികളുടെ നിസ്സംഗതയെ വിനീഷ്യസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യമായി ചോദ്യം ചെയ്തു. വംശീയതയ്ക്ക് മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്ന അയാളുടെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് റിയോ ഡി ഷാനെയ്റോയിൽ വംശീയതയ്ക്കെതിരെ വിനീഷ്യസ് ലോ എന്ന പേരിൽ ഒരു പുതിയ നിയമനിർമ്മാണത്തിന് തന്നെ അയാൾ കാരണഭൂതനായത്. ഫുട്ബോൾ മൈതാനങ്ങളിൽ വിനീഷ്യസ് ജൂനിയർ നേരിട്ട കടുത്ത വംശീയ അധിക്ഷേപങ്ങളെ തുടർന്ന് കായിക രംഗത്തെ വംശീയതയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രസീലിലെ റിയോ ഡി ഷാനെയ്റോയിൽ സംസ്ഥാനം ഈ നിയമം ഔദ്യോഗികമായി പാസാക്കിയത്. ഫുട്ബോളിൽ കറുത്ത വർഗക്കാരായ കളിക്കാർ നേരിടുന്ന വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ എന്ന വ്യക്തി നടത്തിയ നിരന്തരമായ ഇടപെടലുകൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ നിയമം. ഫിഫ തങ്ങളുടെ ആന്റി റേസിസം കമ്മിറ്റിയുടെ തലവനായും വിനീഷ്യസിനെ പ്രഖ്യാപിച്ചു. 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ 2 മത്സരങ്ങളിലൂടെ തന്നെ നെയ്മറുടെ അഭാവത്തിൽ ബ്രസീൽ ടീമിന്റെ മുന്നേറ്റ നിരയെ തോളിലേറ്റി നയിക്കാൻ തനിക്ക് കഴിയുമെന്ന് വിനി ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു. നിലവിൽ 2 കളികളിൽ നിന്നായി 2 ഗോളും 1 അസിസ്റ്റുമായി മികച്ച ഫോമിലാണ് താരം. ഗ്രൂപ്പ് സിയിലെ ആദ്യ മത്സരത്തിൽ വിനീഷ്യസിന്റെ ഈ വ്യക്തിഗത മികവിലാണ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടാതെ ബ്രസീൽ 1 പോയിന്റ് നിലനിർത്തിയത്. ഗ്രൂപ്പ് സിയിലെ 2ാം മത്സരത്തിൽ ബ്രസീലിന്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് വിനീഷ്യസ് ആയിരുന്നു. വിനീഷ്യസ് നൽകിയ ത്രൂ ബോളിൽ നിന്നാണ് കുൻഹ പന്ത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലേക്ക് അടിച്ചു കയറ്റിയത്. മത്സരത്തിൽ 81 മിനിറ്റ് കളിച്ച വിനീഷ്യസ് തന്നെയാണ് ഈ ലോകകപ്പിൽ കാനറികൾ വലകുലുക്കിയ ആ 4 തവണയും
വിനീഷ്യസ് ജൂനിയറിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു. ഒരു ജനതയുടെ മുഴുവൻ ലോകകപ്പ് മോഹങ്ങളും ഇപ്പോൾ ചലിക്കുന്നത് വിനിയുടെ ആ മാന്ത്രിക കാലുകളിലാണ്. സ്കോട്ട്ലൻഡിനെതിരെ വ്യാഴാഴ്ച നടക്കുന്ന മത്സരത്തിൽ നെയ്മറും ഒപ്പം ചേരുമ്പോൾ ബ്രസീൽ ആരാധകരുടെ പ്രതീക്ഷ വാനോളം ഉയരത്തിലാണ്.